കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷ പരിപാടിയിൽ നിസ്സഹകരണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വകുപ്പ് മേധാവിയുടെ താക്കീത്. ശബ്ദ സന്ദേശം ഗവേഷകർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ PhD കോഴ്സ് വൈവയിലും ഇക്കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കുമെന്ന് അധ്യാപകൻ സുനിൽകുമാർ RDയുടെ മുന്നറിയിപ്പ്. ഓഡിയോ ഗ്രൂപ്പിൽ അയച്ചത് സദുദ്ദേശപരമെന്ന് അധ്യാപകന്റെ വിശദീകരണം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നടപടി പേരാമ്പ്ര, നെന്മാറ എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം തുറക്കാൻ തീരുമാനിച്ചതിൽ വിശദീകരണം തേടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി SIT. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തി. 3ാം തവണയാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. 2025 ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് SITയുടെ നീക്കം. അവിശ്വാസികൾ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യേണ്ടെന്ന് സുപ്രീം കോടതി. വിശ്വാസങ്ങളിലെ യുക്തി വിശ്വാസി ചോദ്യം ചെയ്യുന്നില്ലെന്നും പരാമർശം. ശബരിമല റഫറൻസ് വാദത്തിലാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം. മതപരമായ ആരാധനകളിലെ നിയന്ത്രണങ്ങൾ ഭരണഘടന നിരോധിച്ച ഐക്യത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ, ആരാധനാരീതികൾ എന്നിവയ്ക്ക് അനുസൃതമായ അനുഷ്ഠാനങ്ങളെ ഐക്യമായി കാണാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട്ടിലും ബംഗാളിലും ഇന്ന് കൊട്ടിക്കലാശം. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ DMK സഖ്യവും TVKയും NDAയും. പശ്ചിമ ബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഭരണം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസും ബംഗാൾ പിടിച്ചെടുക്കുമെന്ന് BJP. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടുക്കുകയാണെങ്കിൽ യുദ്ധക്കളത്തിൽ പ്രയോഗിക്കാൻ പുതിയ തന്ത്രങ്ങളുണ്ടെന്ന് ഇറാൻ. 2ാം വട്ട സമാധാന ചർച്ചകളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അടുത്ത റൗണ്ട് ചർച്ചകളിൽ തൽക്കാലം പങ്കെടുക്കുന്നില്ലെന്ന് ഇറാൻ. വെടിനിർത്തൽ കരാറിലെത്താതെ ഹോർമുസിലെയും ഇറാൻ തുറമുഖങ്ങളിലെയും ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഇന്നലെ 40 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. ഏപ്രിൽ അവസാനത്തോടെ വേനൽ മഴ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തന്റെ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ മര്യാദയില്ലാത്ത പ്രവൃത്തിയെന്ന് PV അൻവർ. തറ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. താൻ കത്തിൽ സൂചിപ്പിച്ച ആളുകളിൽ എത്ര പേർ ഇപ്പോൾ LDFനൊപ്പമുണ്ട്? കേരളത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള സൂചനയാണ് കത്തിൽ പറഞ്ഞത്. താൻ പറഞ്ഞ ആളുകളുമായി ചർച്ച നടത്താൻ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും കേരളത്തിലേക്ക് വന്നില്ല എന്നും അൻവർ കൂട്ടിച്ചേർത്തു. നമസ്കാരം.